അനുസരണ, അനുകമ്പ, ആത്മസമർപ്പണം. ജീവിതം ക്രിസ്തുവിൽ അർപ്പിച്ച ഓരോ ലിധിയമാരും തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് ദൈവിക രഹസ്യങ്ങളാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലനിലൂടെ ലിധിയായ്ക്ക് ലഭിച്ച ദൈവവിളി, അത് അനുസരണയോടെ ലിധിയ അനുഗമിക്കുകയും തൻ്റെ സ്വത്തുക്കളെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്യുകയും ഭൗതിക ജീവിതത്തിലെ എല്ലാ ലൗകിക സുഖങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്ത ലിധിയ ഓരോ സ്ത്രീകൾക്കും പ്രചോദനമാണ്. അത്തരത്തിൽ സുവിശേഷത്തിലെ ലിധിയായെ അനുഗമിക്കുന്ന മറ്റൊരു ലിധിയായാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ലിധിയായിലേക്ക് സ്വാഗതം. ലിധിയായുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശുശ്രൂഷ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാനായി എത്തിയിരിക്കുന്ന ഇന്നത്തെ അതിഥി തൃശ്ശൂർ ജില്ലയിലെ തിരൂർ സ്വദേശിയും രാമവർമ്മപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൈക്കോ സോഷ്യൽ കൗൺസിലറും ഒപ്പം 7 കുഞ്ഞുങ്ങളുടെ അമ്മയുമായ ജെസ്സി ജെയിംസ് ടീച്ചറാണ്. ടീച്ചർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കുടുംബജീവിതത്തിലെയും ശുശ്രൂഷാ ജീവിതത്തിലെയും അനുഭവങ്ങളും വിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കുന്നതിന് മുൻപായിട്ട് ടീച്ചറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജെസ്സി ജെയിംസ് എന്നാണ്. എനിക്ക് 7 മക്കളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജെയിംസ് AI, ആളെ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് കുന്നംകുളം താലൂക്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് വനിതാ ശിശു വികസന വകുപ്പിലെ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ സൈക്കോ സോഷ്യൽ കൗൺസിലറായിട്ടാണ്. അപ്പോൾ എൻ്റെ സ്കൂള് വരുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രാമവർമ്മപുരം. ശനിയാഴ്ച ദിവസം ഒല്ലൂക്കര അഡീഷണൽ ബ്ലോക്കിലെ അംഗൻവാടികളിൽ കേന്ദ്രീകരിച്ചാണ്. അവിടെ ഞങ്ങൾക്ക് അമ്മമാർക്ക് ക്ലാസ് എടുക്കുന്നു. പിന്നെ കൗമാരപ്രായമായ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നു. ചില കുട്ടികൾ ചിലപ്പോൾ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ ചിലപ്പോൾ രോഗികളായിട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് ഹൗസ് വിസിറ്റ് നടത്തി അവർക്ക് കൗൺസിലിങ്ങും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു നല്ലൊരു ശുശ്രൂഷ ഒരു ജീവിതമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മക്കള് മൂത്ത മകൻ ജോയൽ, അവൻ സെമിനാരിയിലാണ് പഠിക്കണേ, സെക്കൻഡ് ഇയർ. രണ്ടാമത്തെ മകൻ ജോൺ ജെയിംസ്, അവൻ +1 പഠിക്കുന്നു, നിർമ്മലമാത സെൻട്രൽ സ്കൂള്. എല്ലാവരും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. മോള് ജെയ്മരിയ ജെയിംസ്, അവൾ 9ൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ജോഷുവ ജെയിംസ്, അവൻ 6ൽ പഠിക്കുന്നു. പിന്നെ ജെറോം ജെയിംസ്, അവൻ 4ൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 6ാമത്തെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ജോസഫ് ജെയിംസ് എന്നാണ്. അവനിപ്പോൾ വിശുദ്ധനായി സ്വർഗത്തിലെ, ഞങ്ങളുടെ കൂടെ ഒരു 1.25 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഇപ്പോൾ സ്വർഗത്തിലാണ്. അപ്പോൾ ഒരു വിശുദ്ധൻ്റെ മാതാപിതാക്കളായിട്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 6 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞുവാവി ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ പേര് ജോസിയ ജെയിംസ്, അവനും ആൺകുട്ടിയാണ്. അങ്ങനെ എനിക്ക് 6 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണുള്ളത്. ഒരു സന്യാസ ജീവിതം നയിക്കുവാനായി ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ടീച്ചർ. പക്ഷേ ടീച്ചറിൻ്റെ ജീവിതം ഒരുപാട് മാറി മറിഞ്ഞ് ഒരു കുടുംബിനിയായി മാറി. പക്ഷേ ഇന്നും ഒരു കുടുംബിനിയായി മാറിയെങ്കിലും സന്യാസിനി നയിക്കുന്ന ഒരു ശുശ്രൂഷ ജീവിതത്തെക്കാൾ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനവും ഒരു ശുശ്രൂഷ ജീവിതവും ടീച്ചർ ഇപ്പോൾ നയിക്കുന്നുണ്ട്. ആ ഒരു അനുഭവം ടീച്ചർ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ മിലിറ്ററി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. 35 കൊല്ലം സർവീസ് ചെയ്തിരുന്നു. ഞാനും അമ്മച്ചിയും ചേട്ടനും അങ്ങനെ 4 പേരടങ്ങുന്ന കുടുംബമായിരുന്നു. അപ്പോൾ അമ്മച്ചി മണ്ണുത്തി പള്ളിയിൽ മാറ്റുനാക്കൽ പറമ്പിലച്ഛൻ്റെ ഒരു ബ്ലഡ് കൺവെൻഷൻ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് അമ്മച്ചിയുടെ കൈ പിടിച്ച് ഞാൻ ആ ധ്യാനം കൂടിയിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ ഈശോ എന്നെ തൊട്ടതാണ്. ഈശോനെ അന്ന് മുതൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായി സ്വീകരിച്ചതാണ്. അപ്പം അന്ന് മുതൽ എനിക്കൊരു സിസ്റ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. 10ാം ക്ലാസ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് പഠിക്കാനാണ് പോയത്. ജനറൽ നഴ്സിംഗ് പഠിച്ചിരുന്നു. ആ സമയത്താണ് എനിക്ക് ഒരു ആഗ്രഹം, തീക്ഷ്ണത കൂടി സിസ്റ്റർ ആവണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ നഴ്സിംഗ് കഴിഞ്ഞ് വന്ന് സോഷ്യോളജിക്ക് ചേർന്ന് MSc സൈക്കോളജി പഠിച്ച് പിന്നെ അങ്ങനെ ഒരു കൗൺസിലറായത്. അപ്പോൾ ഒരു സ്പിരിച്വൽ കൗൺസിലർ ആകണം, ഒപ്പം ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അങ്ങനെയൊക്കെ പഠിച്ചത്. അപ്പോഴും ഒരു സിസ്റ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹം നിൽക്കുന്നുണ്ടായിരുന്നു.
ഞാൻ എൻ്റെ സിസ്റ്റർ ആവാനുള്ള ആഗ്രഹം അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അപ്പച്ചന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പച്ചൻ ഇല്ല, എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ തോന്നുന്നത് നിനക്കൊരു വിവാഹ ജീവിതമാണ്, അപ്പോൾ അതുകൊണ്ട് നീ അതിനൊരുങ്ങാനാണ് പറഞ്ഞത്. ഞാനപ്പോൾ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്, കർത്താവ് ഒന്നില്ലെങ്കിൽ നിന്നെ മണവാളനാക്കാനായിട്ട്, അതല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഒരാളെ നല്ലൊരു പ്രാർത്ഥനയുള്ള ഒരു ആളുടെ കൂടെ ജീവിക്കാനായിട്ട് നീ ഒരുക്കി തന്നെയെന്ന്. അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് സിസ്റ്റർ ആവാനായിട്ടാണ്. പക്ഷേ അതൊക്കെ ആ പ്രാർത്ഥനയൊക്കെ ചെന്ന് നിന്നത് നല്ലൊരു പ്രാർത്ഥന ജീവിതം നയിക്കുന്ന നല്ലൊരു ജീസസ് യൂത്തായ ആളുടെ കൂടെ ജീവിക്കാനായിരുന്നു. അപ്പോൾ അതെനിക്ക് ദൈവം തന്ന വലിയൊരു മഹാദാനം. ആളും ഇതുപോലെയൊക്കെ ചിന്തിച്ച് നല്ലൊരു പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു കുടുംബജീവിതം, ഏറ്റവും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥനയോടുകൂടി ഒരുപാട് മക്കളെ സ്വീകരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ദൈവം ഒരു കുടുംബജീവിതത്തിന് ആൾത്താരയുടെ മുമ്പിൽ ഒരുക്കി തന്നത്. ടീച്ചറിനെ പോലെ തന്നെ ടീച്ചറിൻ്റെ ഹസ്ബൻഡും ശുശ്രൂഷ മേഖലയിൽ ഒരുപാട് ആക്റ്റീവാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്യുന്ന മേഖലകളുമുണ്ട്. ആ മേഖല നിങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ശുശ്രൂഷ മേഖലകൾ ഏതൊക്കെയാണെന്നും അല്ലെങ്കിൽ അതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് വിശദീകരിക്കാം. ഒന്ന്, ഞങ്ങൾ ലോഫിലെ പെർമനൻറ്റ് കമ്മിറ്റ്മെൻ്റാണ് എടുത്ത ഫാമിലിയാണ്. ഇപ്പോൾ ലോഫിൻ്റേതായ പ്രോഗ്രാംസുകൾ, അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റിംഗ് കപ്പിളാണ് ഇപ്പോൾ വരുന്ന ശുശ്രൂഷ. മെയിനായിട്ടുള്ളത് അതാണ്. തൃശ്ശൂർ അതിരൂപതയിലെ കല്യാണ ഒരുക്ക ക്ലാസ്സിനുള്ള കപ്പിൾ ഷെയറിങ്. അതിൽ 4 കപ്പിൾസ് ഉണ്ട്. അതവർ മാറി മാറി അതിലൊരു കപ്പിൾ ഞങ്ങളാണ്. പ്രോ ലൈഫ് കോർഡിനേറ്ററാണ്. തൃശ്ശൂർ അതിരൂപതയുടെ പ്രോ ലൈഫ് കോർഡിനേറ്ററാണ് ആള്. അപ്പോൾ ആളുടെ പ്രോ ലൈഫ് സമിതിയിലെ അംഗമാണ് ഞാനും. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ ഗർഭിണികൾക്കുള്ള ശുശ്രൂഷ വരും, അതുപോലെ നഴ്സുമാർക്കുള്ള ഒരു ശുശ്രൂഷ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്. അപ്പം ഞാൻ ടീച്ചർ കം കൗൺസിലറാണല്ലോ, അപ്പം അതിൽ എൻ്റെ ക്ലാസ്സോ ഷെയറിങ്ങോ എന്തെങ്കിലും വരാറുണ്ട്. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള കാറ്റിസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവൻ ബോധൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. അത് ചില നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഹസ്ബൻഡ് കൂടെ എൻ്റെ ഷെയറിങ് വരാറുണ്ട്. കേൾക്കുന്നവർ പറയുന്നത് എന്ന് വെച്ചെങ്കിൽ ക്ലാസ്സിൻ്റെ ഒപ്പം ഈ ഷെയറിങ് കൂടി വരുമ്പോഴാണ്, രണ്ടുപേരുടെയും ഷെയറിങ് കൂടി വരുമ്പോഴാണ് ഒരുപാട് ഒരു ഫീലിംഗ്, ഒരു അനുഭവം വരുന്നത് എന്നാണ്. ടീച്ചർ 7 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം 2-3 കുട്ടികളൊക്കെ ആകുമ്പോൾ തന്നെ സാധാരണ ഒരു പൊതുവായിട്ടുള്ളൊരു ടോക്കുകളുണ്ടാവും, വീണ്ടും ആയോ അല്ലെങ്കിൽ അതേ വീണ്ടും പ്രഗ്നൻ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ 7 പിള്ളേരുടെ അമ്മയാകുമ്പോൾ എന്തായാലും നേരിട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ടീച്ചറിൻ്റെ ജീവിതത്തിൽ? പള്ളിയിൽ നമ്മളിപ്പോൾ 4ാമത്തേക്ക് പ്രഗ്നൻ്റ് ആയിപ്പോൾ ഒരു 8ാമത്തെ മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല അത്യാവശ്യം ഇങ്ങനെ ഇടനേരങ്ങളിലൊക്കെ പെയിൻ, അപ്പോൾ കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ബെഞ്ചിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ചേച്ചിമാർ അല്ലെങ്കിൽ അമ്മമ്മമാരാണല്ലോ, അവർ പറയും, എന്തിനപ്പോൾ ഈ കഷ്ടപ്പെടണം മോളെ, ഇതിൻ്റെ ആവശ്യമുണ്ടോ, അപ്പോൾ നിനക്ക് ഇതിപ്പോൾ 4ാമത്തേക്ക് അല്ലേ, അപ്പം ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഒരു ശിശുവിനെ സ്വീകരിക്കുമ്പോൾ ഈശോനെ സ്വീകരിക്കുന്നു എന്നല്ലേ. അപ്പം എനിക്ക് മക്കളെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ ഫാമിലിയിലും ഒരുപാട്, എൻ്റെ ഹസ്ബൻഡ് അമ്മ ഒരുപാട് മക്കളെ പ്രസവിച്ചിട്ടുള്ള അമ്മയാണ്. അപ്പോൾ പറയാം, പണ്ടത്തെ കാലത്തൊക്കെ അത് നടക്കും, ഇന്നത്തെ കാലത്തൊക്കെ ബുദ്ധിമുട്ടല്ലേ, മോളുടെ ബുദ്ധിമുട്ട് കണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ സഹനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ രാത്രിയൊന്നും ഉറങ്ങാനൊന്നും പറ്റാറില്ല, വയറ് വളർന്ന കാരണം നമുക്ക് എങ്ങനെ കിടന്നാലും ബോഡി പെയിനൊക്കെ വന്നിരുന്നു. എന്നാലും അതൊക്കെ നമ്മൾ കാഴ്ചവെപ്പിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ കുഞ്ഞുവാവുകൾ അബോർഷനാകാൻ ചാൻസുള്ള കുഞ്ഞുവാവുകൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ അബോർഷന് ആയി പോയ കുട്ടികളുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സമർപ്പിച്ച്, അങ്ങനെ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സമർപ്പിച്ച് കർത്താവിന് കാഴ്ച വെച്ചിരുന്നു. പിന്നെ 6ാമത്തെ കുഞ്ഞുവാവ ആയപ്പോൾ ആ കുഞ്ഞുവാവ മരിച്ചുവല്ലോ. മരിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പ്രസവം നിർത്തിയുണ്ടാവും എന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നു. ആരും എൻ്റെ അടുത്ത് ചോദിക്കാറൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കാണുന്നവർക്കൊരാഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അയ്യോ ഈ കുട്ടിക്ക് ഒരു കുഞ്ഞുവാവയും കൂടി കൊടുക്കായിരുന്നില്ലേ എന്നൊക്കെ
അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ ശേഷം അവർ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മോൾക്ക് അന്ന് ഒരു അപ്പോലും അവര് അന്ന് കുഞ്ഞുവാവ പോയില്ലേ, പിന്നെ എൻ്റെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് നടന്നു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, നോക്കി നിൽക്കുമായിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഇത്രയും സംസാരിച്ചപ്പോൾ ടീച്ചറിൻ്റെ ഒരു പ്രൊഫഷനും ടീച്ചറിൻ്റെ ശുശ്രൂഷ മേഖലയും ഏകദേശം ഒരു കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം കൗൺസിലിംഗ് ആണ്, ശുശ്രൂഷയാണ്, അതുപോലെ തന്നെ പ്രൊഫഷനും ഏകദേശം അതുപോലെ തന്നെ. ടീച്ചറിൻ്റെ ഈ ഒരു മേഖലയിൽ, ഈ ഒരു പ്രൊഫഷനിൽ ഇതുപോലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ, കാരണം പല ഫാമിലീസുമായിട്ട് ടീച്ചർ ഓരോ പ്രോബ്ലംസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ചിലരുടെ പ്രശ്നങ്ങൾ മറ്റൊരു ഫാമിലിയുടെ പ്രശ്നമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ഓരോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ടീച്ചറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എയ്ഡ്സ് സെൻ്ററിൽ മാർ ജോസഫ് കുണ്ടുകുളം എയ്ഡ്സ് റിസർച്ച് ആൻഡ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ, അതാണ് അങ്ങനെ പേര്. അവിടെയാണ് ഞാൻ മൂന്നാമത്തെ മകളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോയിരുന്നത്. അതാണ് അപ്പോൾ അവിടെ എൻ്റെ നഴ്സിങ്ങും അതുപോലെ തന്നെ കൗൺസിലിങ്ങും രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡായിരുന്നു. രണ്ടും അങ്ങനെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു 5-6 മാസമാണ് പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് പോയിരുന്നത്. ഒരു 2 മാസമൊക്കെ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിരുന്നപ്പോൾ അവിടെ എനിക്ക് ശരിക്കും പണ്ടത്തെ നഴ്സിങ്ങിൻ്റെ ഓർമ്മകളും ഒക്കെ ഉണ്ടായിരുന്നു, കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ശരിക്കും കൂടുതൽ ഫാമിലി കൗൺസിലിംഗ് ആണ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത് എന്താണെങ്കിൽ, അവിടെ ഒരു ചേട്ടൻ എയ്ഡ്സ് ആയിട്ട് ഇങ്ങനെ വന്നു, ഇത്തിരി സീരിയസ് ഒക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ആ ചേട്ടൻ ഒറ്റയ്ക്കാണ് എയ്ഡ്സ് സെൻ്ററിൽ നിൽക്കുന്നത്. ഹെൽപ്പിനൊന്നും ആളില്ല. അപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് പോലെയൊക്കെ വന്നു. അപ്പോൾ ഹെൽപ്പിന് ആരും വന്നിരുന്നില്ല. എന്നിട്ട് അവിടെ എയ്ഡ്സ് സെൻ്ററിൽ, അതായത് നമ്മൾ എയ്ഡ്സ് രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫ്രീ ആയിട്ട് മരുന്നും ചികിത്സയും കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ചേട്ടൻ അവിടെ തന്നെ ഇങ്ങനെ ബൈസ്റ്റാൻഡറൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് അങ്ങനെ അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ വന്നപ്പോൾ ഈ ചേട്ടനൊരു ഭാര്യ ഉണ്ടെന്നും 3 മക്കളുണ്ടെന്നും അറിഞ്ഞു. അപ്പം ഈ ചേട്ടൻ വിവാഹം കഴിഞ്ഞിട്ട് ബോംബെയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 വലിയ മക്കൾ, അത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ ആൾ തിരിച്ച് വന്ന് പിന്നെ ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ ഈ കുട്ടീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസിയിൽ ഭാര്യയെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എയ്ഡ്സ് ഉണ്ട്, കുട്ടിക്ക് അല്ല ഈ ഭാര്യയ്ക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് അറിയണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഹസ്ബൻഡിനും ഉണ്ട്. മുൻപുള്ള കുട്ടികളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ 2 കുട്ടികൾക്ക് ഇല്ല. അപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി, ഭാര്യയും 2 മക്കളുള്ള സമയത്താണ് ഈ ഹസ്ബൻഡ് വേറൊരു ജീവിതത്തിലേക്ക് പോയി ഈ അസുഖം വന്നതെന്ന്. അപ്പോൾ ഭാര്യയ്ക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് അസുഖം ക്രിട്ടിക്കലായപ്പോൾ ഹസ്ബൻഡ് മൈൻഡ് ചെയ്തിരുന്നില്ല. ഹസ്ബൻഡ് ക്രിട്ടിക്കൽ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് ഹസ്ബൻഡ് തന്നെ ഇവിടെ വന്നു. അപ്പോൾ നാട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ ആണെന്നാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പിന്നെ ഹസ്ബൻഡിന് എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഈ ഭാര്യയുടെ അടുത്ത് സംസാരിക്കേണ്ടായി. ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോൾ അത് ആൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഒന്ന് രക്ഷപ്പെട്ട് ഒന്നും കൂടി കുറഞ്ഞൊന്ന് ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ അപ്പോൾ എല്ലാ മാസവും വരും ആൾ മരുന്ന് 1 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിനോട് ക്ഷമിക്കാൻ പറ്റിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ അമ്മേൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്ത് ഹസ്ബൻഡിനെ തെറ്റുപറ്റിയത് ക്ഷമ കൊടുക്കാനും പരസ്പരം ക്ഷമിക്കാനുമുള്ളൊരു അവസരം ഇപ്പോൾ എന്നിലൂടെ ദൈവം അതങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് അങ്ങനെ ആക്കി. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടന് പിന്നെയും പിന്നെയും ക്രിട്ടിക്കലായി മരിക്കുന്ന സമയത്ത് ഈ ഭാര്യ അവിടെ ആ ചേട്ടനെ നോക്കാനായിട്ടുണ്ടായിരുന്നു. നല്ലൊരു മരണത്തിന് ഒരുക്കി. ടീച്ചറിന്റെ 7 മക്കളുടെ കൂടെയുള്ള വീട്ടിലെ ഒരു ലൈഫ് ആ ഒരു രീതിയല്ല സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ. പക്ഷേ ഒരു കൗൺസിലർ എന്നൊരു ആളായിട്ടിരിക്കുന്ന ടൈമിൽ അവർക്ക് കൂടുതൽ ഒരു അമ്മയോട് പറയുന്ന അല്ലെങ്കിൽ ഒരു അത്ര അടുപ്പമുള്ള ഒരാളോട് പറയുന്ന ഒരു ഫ്രീഡം അവർക്ക് കിട്ടണം. ഈ മക്കളുടെ അടുത്ത് പെരുമാറുന്ന അതേ ഒരു രീതിയും തന്നെയാണോ ടീച്ചർ സ്കൂളിൽ മറ്റു കുട്ടികളുടെ അടുത്ത് കൗൺസിലിങ്ങിന് ചെല്ലുമ്പോഴും എടുക്കുന്നത്? അത് അങ്ങനെ ഒരുപാട് ഫ്രീഡം കൊടുത്തതിൻ്റെ പേരിൽ നല്ല ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫീൽഡ് തന്നെ ശരിക്കും ആവശ്യമില്ലായിരുന്നു
പണ്ടത്തെ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നെങ്കിൽ അവിടെ അമ്മമ്മമാരുണ്ട്, വല്യമ്മയുണ്ട്, വല്യപ്പനുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്താ ഒക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അത് തന്നെ ഒരു കൗൺസിലിംഗ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കണ്ടീഷൻ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ. അപ്പൊ ആൾക്കാരില്ല, അത് മാത്രമല്ല 1-2 കുട്ടികളും. അപ്പൊ അവർക്ക് ഷെയർ ചെയ്യാൻ ആളുമില്ല. അതുകൊണ്ട് കൂടുതലും കുട്ടികളെ സ്കൂളില് വീട്ടിലിരിക്കുന്നേക്കാൾ കൂടുതൽ സ്കൂളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്കൂളിൽ ഒരു കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് മാനസിക സ്ട്രഗിൾസ്, അതായത് ചെറുപ്പത്തിൽ അമ്മയാ ഇല്ലാത്തത്, അച്ഛൻ ആരാന്നറിയാത്തവര്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഇപ്പൊ ഒരു അമ്മയുടെ റോളാണ് ശരിക്കും എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ ടീച്ചറാവാനായിട്ട് ഒരിക്കലും ഒരു കൗൺസിലർ ടീച്ചറായി ചൂരിലോ അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അവർ ഉള്ളു തുറന്ന് സംസാരിക്കില്ല. പക്ഷെ ഒരു അമ്മയെ പോലെ, ഒരു ചേച്ചിയെ പോലെ, ഒരു ഫ്രണ്ടിന്റെ പോലെ ആയിക്കഴിഞ്ഞാൽ അവര് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മളോട് എല്ലാം ഷെയർ ചെയ്ത്, എന്നാലും വളരെ കുറച്ചൊക്കെയാണ് ഷെയർ ചെയ്യുള്ളൂ. കുറേ റിപ്പീറ്റ് ആയിട്ടുള്ള കൗൺസിലിങ് കഴിയുമ്പോൾ അവർക്ക് എന്നെ ഒരു വിശ്വാസം വരുമ്പോൾ ആണ് അവര് ഷെയറിങ് വരുന്നത്. ടീച്ചറിൻ്റെ സ്പിരിച്വൽ ലൈഫിലും ഇതുപോലുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഈ കൗൺസിലിംഗ് മേഖലയിൽ. അത് അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്തു പറയത്തക്കതായ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ ഫാമിലി കൗൺസിലിംഗ് ഇങ്ങനെ ചെയ്യാറുണ്ട്, സ്പിരിച്വൽ കൗൺസിലിംഗ് ആയാലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ അടുത്തൊരു പള്ളിയിൽ വന്നിരുന്നൊരു ചേച്ചി, ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് അപ്പോൾ ഞങ്ങൾ ലോഫിന് ധ്യാനം നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ധ്യാനത്തിന് നമുക്ക് ഫാമിലീസിന് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ ഒരു കുട്ടിയുടെ അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഒരുമിച്ച് ഞങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ ഞാൻ കുട്ടീനെ, അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഈശോ പറഞ്ഞു, ഇങ്ങനെ നീ ആ കുട്ടീനെ ഒന്ന് ലോഫിൻ്റെ ധ്യാനത്തിന് വിളിക്കുക, കുട്ടി വരും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ കുട്ടിയെ വിളിച്ചു. അങ്ങനെയാണ് ആ കുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ കുട്ടിയെ വെച്ചപ്പോൾ ധ്യാനത്തിന് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ ധ്യാനത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ധ്യാനത്തിന് പോയി. അങ്ങനെ ഒരു ധ്യാനം കൂടി അവരിപ്പോഴും ലോഫിൽ വരുന്നുണ്ട് കേട്ടോ. കമ്മിറ്റ്മെൻ്റ് എടുത്ത ഒരു ഫാമിലിയാണ്. അപ്പം ഈ ഫാമിലിക്ക് മോള് 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നെ ഒരു 7ാം ക്ലാസ്സിൽ ഒരു മകൻ പഠിക്കുന്നു, പിന്നെ ഒരു പ്രസവം നിർത്തി. അപ്പം അവർക്ക് ലോഫിൽ കമ്മിറ്റ്മെൻ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച്, അപ്പോൾ കമ്മിറ്റ്മെൻ്റ് എടുക്കണമെങ്കിൽ റീകാനലൈസേഷൻ ചെയ്യണം. അപ്പം നമ്മൾ ഓപ്പൺ ടു ലൈഫ് ആയിരിക്കണം. എൻ്റെ പേര് ജിജോ, ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്, ഇടവക തിരൂര്. ഇത് ഭാര്യ ശോഭ. ഞങ്ങൾ കുർബാനയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുമ്പോഴാണ് ജെസ്സിയേച്ചിയും ഫാമിലിയും ആദ്യമായിട്ട് കാണുന്നത്. അവർ ചുറ്റും ഇങ്ങനെ മക്കളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്നതും കുർബാന കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുർബാനയിൽ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഇടയിൽ ജെസ്സിയേച്ചിയായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനം കൂടാനും ലോഫ് എന്ന് പറഞ്ഞ ഒരു ലിജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലി, അതിൽ ധ്യാനം കൂടാനായിട്ട് ജെസ്സിയേച്ചി ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കൂടി. അപ്പോൾ കുടുംബജീവിതം എന്താണ് എന്നുള്ളതൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ജെസ്സിയേച്ചിനെ കൂടുതലായിട്ട് അറിയാനായിട്ട് തുടങ്ങിയപ്പോൾ ആളൊരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നൊരു സ്വഭാവ പ്രകൃതിയായിട്ട് തോന്നി. കുറേ കുട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷേ ആ കുട്ടികൾ അത്രയും വലുതായി വരാൻ വേണ്ടിയിട്ട് ആളെടുക്കുന്ന ആ ഒരു സഹനം, അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ പ്രഗ്നൻസി പീരീഡും ആൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ നേരിട്ട് കാണാനായിട്ടും അതനുഭവിക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ജെസ്സിയേച്ചിയുടെ കൗൺസിലിങ്ങിലൂടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പ്രസവം നിർത്തിയത് തെറ്റാണെന്നും അത് തിരിച്ച് റീകനാലൈസേഷൻ ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ അതൊരാഗ്രഹമായിട്ട് മനസ്സിൽ കിടക്കുകയായിരുന്നു. അത് ജെസ്സിയേച്ചിയുടെ കൗൺസിലിങ്ങിൽ വഴിയായിട്ടാണ് വീണ്ടും അത് റീകനാൽ ചെയ്യണതിനെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരികയും അത് ഞങ്ങൾക്കൊന്നും അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിരുന്നില്ല. അത് നടക്കാത്തൊരു കാര്യം എന്ന രീതിയിലായിരുന്നു ഞങ്ങളതിനെ കണ്ടിരുന്നത്. പക്ഷേ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ആളുടെ സപ്പോർട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അത് വലിയൊരു സന്തോഷത്തിൻ്റെ അവസരങ്ങളായിരുന്നു അത്. ഈ ലിധിയയുടെ ഓരോ എപ്പിസോഡുകളും നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പം ആ വരുന്ന ലിധിയമാരോട് പുതിയ ലിധിയയെ കണ്ടുപിടിക്കുവാനായിട്ട് അവർക്കൊരു പ്രചോദനമാണ് മെസ്സേജസ് നമ്മൾ ചോദിക്കാറുണ്ട്. എല്ലാവരുടെയും കണ്ടന്റ് ഏകദേശം ഒന്നാണെങ്കിൽ തന്നെ അവർ പറയുന്ന ഒരു വേ ഓഫ് സ്റ്റൈൽ വേറെ ആയിരിക്കും. ടീച്ചറിൻ്റെതായ രീതിയിൽ ഒരു പുതിയ ലിധിയയെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ പ്രേക്ഷകരിൽ നിന്നും എടുക്കാനായിട്ടൊരു മെസ്സേജ്.
നമ്മുടെ ശുശ്രൂഷ ജീവിതമുണ്ട്, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലുണ്ട്. അപ്പൊ ആ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ഈശോയുടെ സുവിശേഷം അത് പങ്കുവെച്ച്, ഈശോയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ സുവിശേഷമല്ലേ, ദൈവസ്നേഹം തന്നെയായ ദൈവമാണ് ഈശോ. ഈ എന്നും അൾത്താരയിലെ വിശുദ്ധ കുർബാനയായിട്ട് എഴുന്നള്ളി വരുന്ന വലിയൊരു സ്നേഹം, സ്നേഹിക്കാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മളുടെ സ്നേഹം പങ്കുവെക്കാനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരി, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ പുഞ്ചിരിയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ, കഷ്ടപ്പാടുകളായാലും സന്തോഷങ്ങളായാലും ഈശോയുടെ എളിമയിൽ നിന്നുകൊണ്ട് അത് സ്വീകരിക്കുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി ലിതിയയായി മാറിപ്പോകും. അപ്പം ടീച്ചറിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും എല്ലാം ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു, ലിതിയയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞു. അപ്പോൾ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ടീച്ചർ സ്പെൻഡ് ചെയ്തത്. ഇത്രയും വലിയൊരു സമയം, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ടീച്ചറിന് ഒരുപാട് നന്ദി. മറ്റൊരു ലിതിയയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.